നമ്മളെല്ലാവരും ഒരു ഭരണകർത്താവാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിലെ തൻ്റെ ഭാര്യയുടെ അടുത്ത്, തൻ്റെ മക്കളുടെ അടുത്ത് അവൻ ഭരണാധികാരിയാണ്. ഭാര്യയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നീ നിന്റെ വീട്ടിനകത്തുള്ള ഭരണാധികാരിയാണ് എന്ന്, ആ ഭരണാധികാരി നീ റാണിയാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടിയിട്ട് പോയാൽ വീട് ഭരിക്കുന്നത് അവളാണ്, മക്കളെ നോക്കുന്നത് അവളാണ്, ഭർത്താവിന്റെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നത്, അവരെ സംരക്ഷിക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം ഒരു പെണ്ണിലാണ്, നിന്നിലാണ് എന്ന് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ പരിശുദ്ധമായ ദീൻ നമുക്ക് പലതും നമുക്ക് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആഴങ്ങളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില വാക്കുകളിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ശ്രദ്ധ ചെലുത്തുകയാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, ഒരിക്കൽ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അധികാരം നിങ്ങൾ തരുമോ എന്ന് മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് ചോദിക്കുകയാണ്. എല്ലാ സ്വഹാബത്തും കൊണ്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെയൊരു ചോദ്യം മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അലാ തസ്തഅമിലുനീ, പടച്ചവനെ അധികാരം എന്നെ ഏൽപ്പിച്ചു തരുന്നില്ലയോ നബിയേ എന്നതാ അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ, അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ അബൂദറേ, ഇന്നക ലഈഫുൻ, നീ വല്ലാത്ത ബലഹീനനാണ്, നീ വല്ലാത്ത ബലഹീനനാണ് അബൂദറേ. അതുകൊണ്ട് നിനക്ക് ഞാൻ അധികാരം ഏൽപ്പിച്ചു തരുന്നില്ലെന്ന്, നിനക്ക് ഭരണം ഞാൻ ഏൽപ്പിച്ചു തരുന്നില്ലെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ. എന്നിട്ട് അധികാരത്തെ കുറിച്ചിട്ടോ അതാ ഭരണം നടത്തുന്ന ആളുകളെ നിങ്ങൾ ഇതൊന്ന് കേൾക്കാതെ പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്നഹാ അമാനത്തുൻ, അധികാരം എന്ന് പറഞ്ഞാൽ, സ്ഥാനമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, പടച്ചവനെ പുന്നാർ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത് അമാനത്തായിട്ടുള്ള ഒരു കാര്യമാണ്, അത് അമാനത്തായ ഒരു കാര്യമാണ്. വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യൻ വനദാമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വന്നാൽ ഓരോ അധികാരികളെയും അവിടുന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ന്യായമായിട്ട് വേണ്ട രൂപത്തില് പടച്ചവനെ അവർ അതിനെ വേണ്ട രൂപത്തിൽ അവിടുന്ന് ചെയ്തിട്ടില്ല എങ്കിൽ, വേണ്ട രൂപത്തിൽ ന്യായമായിട്ടും പടച്ചവനെ വേണ്ട രൂപത്തിൽ അല്ലാഹുവേ അവിടുന്ന് ചെയ്തിട്ടില്ല എങ്കിൽ, ഈ സമൂഹത്തിന് ഖേദകരമായിട്ടാ നിന്റെ ഭരണമുണ്ടായതെങ്കിലോ, ഈ സമൂഹത്തിന് നിന്ദ്യമായിട്ടാ നിന്റെ ഭരണമുണ്ടായതെങ്കിലോ, ഇല്ലാമൻ അഖദഹാ ബിഹഖിഹാ, കൃത്യമായിട്ട് നീ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിലോ, വേണ്ട രൂപത്തിൽ നിനക്കതിനെ പരിചരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലോ, അതാ അവിടുന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅദ്ദില്ലദീ അലൈഹി ഫീഹാ, നിനക്ക് വേണ്ട രൂപത്തിൽ അതിനെ കൃത്യമായി നിനക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലോ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നീ നിന്ദ്യനാണടാ, നീ ഖേദകരമായി നടക്കുന്നവനാണടാ, നീ ഏറ്റവും മോശപ്പെട്ടവനായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. വാപ്പാ, നമ്മളൊന്ന് അറിയണല്ലോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്ത പ്രവാചകനാ.
അല്ലാഹു തആല അധികാരം കൊടുത്ത പ്രവാചകനാണല്ലോ. പഠിച്ചവനെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ യൂസുഫ് നബി ഒരുപാട് അധികാരത്തിലുള്ളവരാ. ഒരു രാജ്യം ഭരിച്ചിരുന്ന ആളാണല്ലോ. പഠിച്ചവനെ നീതിമാനായിട്ട് രാജ്യം ഭരിച്ചിരുന്ന മഹാനായ പ്രവാചകനാണല്ലോ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നുണ്ട്, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പില് ഏറ്റവും കൂടുതൽ അവിടുന്ന് പ്രവാചകന്മാർ എല്ലാവരും കടന്നു പോയാലും നാളെ അള്ളാന്റെ മുമ്പിൽ എനിക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾക്ക്, ഒരുപാട് ചോദ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. എന്തേ കാര്യമെന്നറിയോ? അല്ലാഹു തആല രാജാധികാരം കൊടുത്ത മഹാനാണ്. അല്ലാഹു തആല രാജാധികാരം കൊടുത്ത പ്രവാചകനോ. അതുകൊണ്ടാണെന്ന് പടച്ചവനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതാ പ്രവാചകം പഠിപ്പിച്ചത് അധികാരമെന്ന് പറഞ്ഞാൽ വഇന്നഹാ അമാനത്തുൻ, മോനെ അത് അമാനത്താ. അതിനെക്കുറിച്ച് നാളെ പടച്ച തമ്പുരാനോ വ്യക്തമായിട്ട് എന്നോടും നിങ്ങളോടും ആരാണ് അധികാരത്തിലിരിക്കുന്നത് നമ്മളോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അത് കൈകാര്യം ചെയ്യേണ്ട രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ നമ്മളാ പരാജിതരോ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടെ ഓർമ്മപ്പെടുത്താൻ